ശരത് സർ, മഞ്ജരി ചേച്ചി, ഇവിടെ രണ്ടാൾക്കാർ ഒന്നിച്ച് പുതിയ പാട്ടൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. നമ്മൾ അതിന്റെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. ആരാണത്? ഷാനിക്ക കമ്പോസ് ചെയ്ത പാട്ടില് MG സാർ പോയി പാടിയില്ലേ? അതെ, പുതിയ മൂവി ബബ്ബബ്ബ. ഷാന്റെ ഒരു അടിപൊളി പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുത്തുപാട്ടെന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ്. വെച്ച് കീറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടിച്ചു വിട്ടിട്ടുണ്ട്. വിനീതും എന്റെ കൂടെ പാടിട്ടുണ്ട്, വിനീത് ശ്രീനിവാസനും പാടിയിട്ടുണ്ട്. ഒന്ന് ശ്രീകുട്ടൻ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ ഏതൊരു കമ്പോസറിന്റെയും ഒരു ഡ്രീം തന്നെയാണ്. അടിപൊളിയായിരുന്നു. വെറുതെ പുട്ടുപോലെ പാടിയിട്ടങ്ങ് പോയി. ഇനി വേറൊരു സർപ്രൈസ് കൂടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് തോന്നുന്നു അത് പറയുന്നതിന് മുന്നേ നമുക്കത് കാണാം. ഓക്കെ ഓക്കെ. ആത്മാവിനാകാശത്തിനാരോ വർണ്ണങ്ങൾ തൂവി ആശപ്പൊൻ താരങ്ങൾ അങ്ങിങ്ങായി നീലക്കൺ ചിമ്മി മണ്ണിൽ മാമ്പൂവിൽ തെന്നൽ മീട്ടുന്ന വാഴ്വിൻ സംഗീതം വെയിൽ തൂമഞ്ഞിൻ മെല്ലെ പോകുമ്പോൾ മാറിപ്പോവില്ല എങ്ങും ഉല്ലാസം എങ്ങും ആനന്ദം കാലം നീട്ടുന്നേ കിനാത്തിനാളം കുന്നിപ്പൂ മാറ്റേ വരുന്നേ. അപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയറിലെ 4 കുട്ടികള്, 4 കണ്ടസ്റ്റന്റ്സ് അതിൽ പാടിയിട്ടുണ്ട് അല്ലേ? വെരി ഗുഡ്. Yes. ഓക്കെ, അപ്പൊ 4 പേരൊന്ന് എഴുന്നേറ്റ് ഞങ്ങളൊന്ന് കാണട്ടെ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഷാനിക്ക ഉടനെ വരും എന്ന് പറഞ്ഞത് ഇതായിരുന്നു അല്ലേ? അതെ 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 അതെ. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയും വലിയൊരു സിനിമയിൽ ഒരു പാട്ടിന്റെ ഭാഗമാവാൻ നിങ്ങൾക്കും പറ്റിയതില് ഒരു കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ഒരുപാട് സിനിമകളിൽ പാടാൻ പറ്റട്ടെ എല്ലാവർക്കും കേട്ടോ. ആൻഡ് താങ്ക് യു ഷാനിക്ക, നമ്മുടെ പിള്ളേർക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തേ. അയ്യോ അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇങ്ങനെ ഈ വോയിസസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു സോങ് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഇവരെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കുക. നാച്ചുറലി വരുന്ന ഒരു തോട്ടാണ്. അതൊരു മനഃപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യം പോലും അല്ല. നാച്ചുറലി നമുക്ക് ഓക്കെ ഇന്നത് അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പം അങ്ങനെ നാച്ചുറലി സംഭവിച്ചൊരു കാര്യം. അത് സതീഷ് ഭായ് ആണ് അതിന്റെ ഒരു കാറ്റലിസ്റ്റ്. പുള്ളിയെ വിളിച്ചു പറഞ്ഞു, സതീഷ് ഭായ് നേരെ സതീഷ് ഭായ് നേരെ ഇതാണ് 4 പേര് എന്ന് പറഞ്ഞു. ഈ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്, ഈ ഷെഡ്യൂളിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ്. എത്ര പെട്ടെന്നല്ലേ? അതെ, അപ്പൊ പാത്തോസ് റൗണ്ട് ആണ്. അനഘയാണ് പാടാൻ വരുന്നത്. സോ ലെറ്റ്സ് വെൽക്കം അനഘ. ഏതോ രാത്രി മഴ മൂളി വരും പാട്ട്, പണ്ടേ പണ്ട് തൊട്ടിനുള്ളിലുള്ള പാട്ട്, എന്നും ചായുറക്കി പാടിത്തരും പാട്ട്, ഓരോരോർമകളിലോടിയെത്തും പാട്ട്, കണ്ണീരിൻ പാടത്തും നിലവില്ലാരാവത്തും കൽബില കത്തണ പാട്ട്, പഴം പാട്ട്, ഏതോ രാത്രി മഴ മൂളി വരും പാട്ട്, പണ്ടേ പണ്ട് തൊട്ടി ഉള്ളിലുള്ള പാട്ട്.
ചായുറക്കി പാടിത്തരും പാട്ട് ഓരോരോർമകളിലോടിയെത്തും പാട്ട് അനക്ക ഹെൽത്ത് ഒക്കെ ഓക്കെ ആയാ? ശരിയായി വരുന്നു. Sound? കോൾഡ് ഉണ്ട്, വോയിസ് ഓക്കെ ആയിട്ടില്ല. ഓക്കെ, ചോദിക്കാം നമുക്ക്. ഷാനിക്ക. അനഘ, സർ, ആരൊക്കെയാണ് ഇതിന്റെ ആളുകൾ? ഡീറ്റെയിൽസ് ഒക്കെ ക്രെഡിറ്റ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു. മൂവി ബസ് കണ്ടക്ടർ, മ്യൂസിക് ചെയ്തിരിക്കുന്നത് എം ജയചന്ദ്രൻ സർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സർ, പാടിയിരിക്കുന്നത് യേശുദാസ് സാറും പാടിയിട്ടുണ്ട്, ചിത്രാമ്മയും പാടിയിട്ടുണ്ട്. ഞാനിപ്പം പാടിയത് ചിത്രാമ്മ പാടിയ വേർഷൻ. ഓക്കെ, ഞാൻ വിചാരിച്ചു കെ ചിത്രാമ്മ പാടിയിട്ടുണ്ട്, കെ ജി ദാസറും പാടിയിട്ടുണ്ട്, പിന്നെ ഞാനും പാടി. അനഘ, എനിക്ക് അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ കായലിൻ കരയില്, അതുപോലെ പെയ്യ മുകിലുകൾ, അപ്പൊ അവിടെയൊക്കെ ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്യും. അത് പ്രോബബ്ലി ഈ ഒരു എല്ലാവർക്കും അസുഖമാണല്ലോ ഇപ്പം. അതുകൊണ്ട് നമുക്കിപ്പോൾ എന്താണ് പറയേണ്ടതെന്നും അറിയില്ല. എപ്പോഴും പറയുന്ന പോലെ ഇത് നമ്മുടെ കൂടെ ഒരു 100% നിന്നിട്ടില്ലെങ്കിൽ നമുക്കത് ഒരു 100% നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ലേ? അതാണല്ലോ സത്യം. പക്ഷെ അനഘ, യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ് അനഘ. താങ്ക് യു സർ. നല്ലോണം പാടാൻ പറ്റുന്ന, നല്ലോണം മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന, യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ വോയിസ്. ആ വോയിസ് നഷ്ടപ്പെടാതെ ഈ ഹെൽത്ത് നോക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. വളരെ മനോഹരമായൊരു പാട്ട്, ബ്യൂട്ടിഫുൾ, നല്ല ഉഗ്രം കോമ്പോസിഷൻ. അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഈ ഒരു ടൈം സിഗ്നേച്ചർ അങ്ങനെ അത്ര യൂസ്ഡ് അല്ല, അല്ലേ? അതെ. എന്താണെന്ന് പറയൂ. അതെ, എന്താണെന്ന് പറയാടോ. ഖണ്ഡചാപ്പ്. ഖണ്ഡചാപ്പിലുള്ള വേറെ ഏതെങ്കിലും പാട്ട് അറിയാമോ? ഒരു കരിമുകിൽ. അതും നല്ല പാട്ടാ, അതും നല്ല വേറെ നല്ല പാട്ടാ. അഴകുമലരാട അഭിനയങ്ങൾ കൂടെ, അത് പിന്നെ രാജാ സാറിന്റെ തന്നെ മഴை വരുത് കൂടെ കൊണ്ടുവാ. ഉഗ്രം പാട്ടാ, ഉഗ്രം പാട്ട്. പൈവേട്ടിന് ഇത്രയ്ക്കൊരു റൊമാൻറ്റിക് പാട്ട്. പിന്നെ എന്നെ സൊൽവത്, അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രമേശ് വിനായകത്തിന്റെ പാട്ടാണ്. ഉഗ്രം കമ്പോസർ, നല്ല പിയാനിസ്റ്റ്. അവൻ ചെയ്യുന്ന പാട്ടുകളൊക്കെ എനിക്ക് അത്ര ഇഷ്ടമാണ്. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. അത് ഒരു നല്ല സുഖമുണ്ടായിരുന്നു. എനിക്ക് പെയ്യാ മുകിലുകൾ അതൊന്ന് പാടാമോ? അതിനൊരു കുറച്ച് കൃത്യത ഉണ്ടാവാമെന്ന് തോന്നി. അത് കാര്യം അതിനൊരു കൃത്യത ഇല്ലായിരുന്നു പാടിയപ്പോ. എന്തോ ഒരു പുകമറയ്ക്കകത്ത് നിന്ന പോലെ. അത് ഇതേ ഉള്ളൂ. പിന്നെ ആ കാലമാകുമ്പോൾ നിൽപ്പാം, അതും ഇത് തന്നെയാണ്. അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ്, എന്തോ ഒരു എക്സ്ട്രാ അവിടെ ഏതോ ഒരു ഐറ്റം കിടക്കുന്ന പോലെ തോന്നി. അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. താങ്ക് യു സർ. ചേച്ചി. അനക്ക, ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. ഈ മൂക്ക് അടഞ്ഞിട്ട് ഉള്ള അവസ്ഥ എനിക്ക് വളരെ നല്ലോണം അറിയാം. അത് വളരെ ബുദ്ധിമുട്ടാണ് ചില സമയത്ത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് എം ജയചന്ദ്രൻ സാറിന് വേണ്ടിയിട്ട് മുള്ളുള്ള മുരിക്കിന്മേൽ മൂവന്തി പടർത്തിയ
മുത്തുപോലെ തുടുത്തൊരു പനിനീരേ പനിനീരേ. ഇങ്ങനെ ഒരു പാട്ട് ഞാൻ പാടിയിരുന്നു വിലാപങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞ ചിത്രത്തില്. അപ്പോൾ അത് അന്ന് ചെന്നൈയിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. കോരിച്ചൊരിയുന്ന മഴ, എനിക്കാണെങ്കിൽ കോൾഡോട് കോൾഡ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ബോട്ടിൽ കഫ് സിറപ്പും കൊണ്ടാണ് ഞാൻ സ്റ്റുഡിയോക്കകത്ത് കയറുന്നത്. ഇത് അടുത്ത് വെക്കും, കുറച്ച് കുടിക്കും, അല്ലെങ്കിൽ ഈ കുത്തി കുത്തി ചുമയും മൂക്കടഞ്ഞിരിക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല. എന്തോ ദൈവാധീനം കൊണ്ട് ആ സമയത്ത് ആ ചുമയൊക്കെ ഒന്ന് മാറി നിന്ന് ആ പാട്ടങ്ങ് റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ അവസ്ഥ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പാടിയൊരു സംഭവമാണ് അത്. ദൈവാനുഗ്രഹം കൊണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടായി. അപ്പം അതുപോലെ മോളിപ്പം ബുദ്ധിമുട്ടുന്നത് എനിക്ക് ഫീൽ ചെയ്യാം, കാരണം നമ്മൾ പാടുമ്പം അറിയാം എന്താണെന്നുള്ളത്. പക്ഷെ എന്നാൽ കൂടി ചില ഭാഗങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് പല്ലവിയിൽ ഓരോരോർമ്മ അല്ലേ, ഓരോരോ ഓർമ്മകൾ. അവിടെ ഒരു സംഗതി ഇട്ടിരുന്നു മോള്, അത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ ഇടയിലിടയിലൊക്കെ നല്ല സുന്ദരമായ കാര്യങ്ങൾ കയറി വന്നിരുന്നു. അതുകൊണ്ട് ഓൾ ദ വെരി ബെസ്റ്റ്. പെട്ടെന്ന് ഉഷാറാവട്ടെ, ശബ്ദമൊക്കെ ഭേദാവട്ടെ. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. MG സർ. അനഘ സർ. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. കാരണം സുഖമില്ലാത്ത ഒരു അനഘ, പാവം അനഘ, അതായത് ശുദ്ധയായ അനഘ, ഓ മൈ ഗോഡ്, ഒരു പാവം പെൺകുട്ടി. ഇങ്ങനെ നിർത്തി ഇങ്ങനെ ചോദിക്കാമോ, എന്താ അവിടെ പോയി ഇവിടെ പോയിന്ന് പാടി കുറച്ച് തെറ്റി, എങ്ങും പോയില്ല, അതേ നിൽക്കുന്നു. ഖണ്ഡജാപ്പെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി. സർ പഠിപ്പിക്കുന്നുണ്ട്. ടീച്ചറുമാണോ? പിന്നെ ഞാൻ ഒരിക്കലും കമന്റ് പറയാൻ പാടില്ല. അപ്പൊ ഞാൻ കമന്റ് പറയുന്നില്ല. അതുകൊണ്ട് ജനറൽ നോളജ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. വേണ്ടേ? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇവിടെ നിന്നൊന്നും പറയരുത്. ആരും കൂട്ടാത്ത കറി. സമയമല്ല ഇവിടെ, കുസൃതി ചോദ്യം. ഇന്റലക്ച്വൽ ചോദ്യമാണ്. 1 2 ടെൻഷൻ ആവുകൾക്ക്. എന്തെങ്കിലും ഒരു കോമഡി ആൻസർ ആലോചിക്ക്. ആരും കൂട്ടാത്തതാണ്, ഞാനല്ല. ഇനി ഞാൻ പറയുന്നു. സാർ ഒരു ക്ലൂ ഉണ്ടോ? ഒരു ക്ലൂ ഇല്ല, പറയാൻ പോകും. സിമ്പിളാ. ബേക്കറി. ഫാന്റാസ്റ്റിക് അണ്ണാ. ശരി, എന്തായാലും ഇന്ന് ഇവിടെ ഇനി വേണ്ട. അല്ലേ, വേണം ഒരെണ്ണം കൂടെ. അല്ല ഇവിടെ ഇന്നേ പറ്റൂ. സിനിമയിലില്ലാത്ത ആക്ഷൻ. കറക്റ്റ്. ഇനിയിപ്പം ഏറ്റവും ഇന്റലക്ച്വൽ ആയിട്ടൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. പട്ടി കടിക്കുന്നത് എന്തുകൊണ്ടാണ്? പല്ലുകൊണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇതുപോലും അറിഞ്ഞൂടാണോ ഈ സീറ്റിൽ കയറി ഇരിക്കുന്നത്? ഇതുപോലും അറിഞ്ഞൂടാ. പട്ടി കഴിക്കുന്ന ഭാഗമുണ്ട്. പിന്നല്ല പല്ലല്ലേ സാർ ഉള്ളത്? പട്ടി കടിക്കുന്ന അതിന് തോന്നുന്നുണ്ട്. ഒരുത്തൻ രക്ഷപ്പെട്ടു. അടുത്ത പ്രാവശ്യം ആകാശം എനിക്ക് തരുന്നത് ചവിട്ടി. നീ പോയി ആ പണം ചൂട്ടി. മോക്ക് ഇത്തിരിയെങ്കിലും പനി മാറിയില്ലേ? ഒരു സന്തോഷമായില്ലേ? ഇത്രയൊക്കെ ഉള്ളു. ചാടിപ്പോയാള് തിരിച്ചു വന്ന് എവിടെ പോവാനാ? ഇത് പട്ടി കടിക്കുന്ന ഭാഗമുണ്ടാണെന്ന് ഒരു അറിഞ്ഞൂടാത്ത 3 പേരെ. അത് ശരിയല്ല സാർ, ഞാൻ പല്ലുണ്ടെന്ന് പറഞ്ഞു, വായിക്കാത്ത പല്ലില്ലേ? എനിക്കൊരു പോയിന്റ് തന്നേ പറ്റും. ഞാൻ പറയുന്നത് വളരെ വയസ്സായുള്ള പട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഉദ്ദേശിച്ചത് ചെറുപ്പക്കാരനായിരുന്നു. അങ്ങനെ വേണ്ട, ചുമ്മാ ആലോചിച്ചോണ്ടിരുന്നാ മതി. ഈ റിഡിൽ നമ്മൾ ഇപ്പം ചെയ്തു. എനിക്ക് ഒരു കുസൃതി ചോദ്യം ചോദിക്കണം. ആമ്പിള്ളേർക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു ഫ്രൂട്ട് ഏതാണ്? ആമ്പിള്ളേർക്ക് മാത്രോ? പെൺപിള്ളേർക്ക് കഴിക്കാൻ പറ്റും, ആമ്പിള്ളേർക്ക് കഴിക്കാൻ പറ്റാത്തൊരു. കണ്ടോ, അവൻ ഭയങ്കര ഇന്റലിജന്റാ. പറയും. ഇങ്ങനെ വേണം ചോദ്യം ചോദിക്കും. ആമ്പിള്ളേർക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്. പറ്റാത്ത ഫ്രൂട്ട്. ഒരു ക്ലൂ, ആൻസർ മലയാളത്തിലാണ്. നല്ല ക്ലൂ. എനി ഗസ്സസ് പറയും. ജാക്ക് ഫ്രൂട്ട്.
ഇല്ല ഒന്നുമില്ല. ശരത് സാർ ഇതും വരും. come on. അല്ല, അത് ഉള്ള ഇംഗ്ലീഷ് എല്ലാ- ആണെന്ന് പറഞ്ഞു. ഉള്ള എല്ലാ ഫ്രൂട്ട്സും ഞാൻ തലയിൽ കൂടെ ഓടിച്ചോണ്ടിരിക്കുക. അല്ല അങ്ങനെ ഒരു സംഭവമില്ല. അതെന്തോ ഒരു കുസൃതി ചോദ്യമാണ്. അത് ആപ്പിള്, ഓറഞ്ച്, ഗ്രേപ്സ്, അതൊന്നും അല്ല ഷാനിക്ക. വാട്ടർമെലൺ. ഇനി പറഞ്ഞോളൂ. ഇനി പറഞ്ഞു. ആൻസർ ഇസ് അവക്കാഡോ. കാരണം അവക്കാടോ അത് അവക്കാഡോ. അവനെ പോയി തല്ലിട്ട്. സാർ അത് മാത്രല്ല ഈ മേക്കപ്പ് റൂമിന്റെ അവിടെ നിന്നൊക്കെ ഞങ്ങളോട് വന്നിട്ട് ചോദിക്കും, ശിവാനി സ്പൂൺ കൊണ്ടുവന്നിട്ടുണ്ടോ, ശിവാനി സ്പൂൺ കൊണ്ടുവന്നിട്ടുണ്ടോ. എന്തിനാ ഈ ഷെഡ്യൂൾ നമുക്ക് കലക്കണ്ടേ. യശേ കൊള്ളാട്ടാ, വെരി ഗുഡ്. ഈ ഒരു അവസരത്തിൽ എല്ലാവരും രോഗം പിടിച്ചിരിക്കുക, എങ്കിലും ഇത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ യഷ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മകളെ മാർക്ക് ചോദിക്കും. എന്നാ MG സാർ തന്നെ പറഞ്ഞു മാർക്ക്. അതാ നല്ലത്. എന്തായാലും ഇത്രയായില്ലേ? അയ്യോ 8.5. താങ്ക് യു സർ. താങ്ക് യു സാർ. ഷാനിക. അനക്ക താങ്ക് യു സർ. ദേ കിടക്കും. ഓക്കെ ശരത് സാർ. അനക്ക സർ 8.6. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ചേച്ചി. അനക്ക 8.6. താങ്ക് യു. ഓക്കെ സോ ടോട്ടൽ 25.7. ഓക്കേടാ.